Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon. Good afternoon. Foods എന്താണെന്ന് വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ടീച്ചർ ഈ 2 ക്ലാസ്സും കൂടെ ഒന്ന് മാറ്റാൻ പറ്റും ടീച്ചർ? എങ്ങനെ 2 ക്ലാസ്സോ? PG ക്ലാസ് അല്ലേ? ടീച്ചറും എല്ലാ ടീച്ചർമാരോടും പറഞ്ഞു മടുത്ത്. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, ഓഫീസിൽ വിളിച്ച് പറയണം. ഓഫീസിലും വിളിച്ചു പറഞ്ഞു. നിങ്ങളോട് നേരത്തെ ചോദിച്ചപ്പോ പറയായിരുന്നില്ലേ PG ക്ലാസ്? ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവര് ഡയറക്റ്റ് തുടങ്ങിയതാണ് ടീച്ചറെ, സത്യമായിട്ടും. അപ്പൊ അവര് പറഞ്ഞത് എങ്ങനെയാണ്? മെസ്സേജ് കൊടുത്തിരുന്നാണല്ലോ. എന്ത് ടീച്ചറെ? ഓഫീസിനെ പറഞ്ഞിരുന്നത് മെസ്സേജ് അയച്ചിരുന്നാണല്ലോ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ ഇതിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ടീച്ചറെ. ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞാല് PG ക്ലാസ്സിനകത്തോട്ട് ഇരിക്കുന്നു. അതിനകത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് PG ഒന്നും മനസ്സിലാവുന്ന പോലെ ഇല്ല. കാരണം ഞങ്ങൾക്കാണെങ്കിൽ 3rd മൊഡ്യൂൾ ഇപ്പൊ ഓഡിറ്റ് ഒക്കെ പഠിപ്പിക്കുന്നല്ലേ ഉള്ളൂ. 4th മൊഡ്യൂൾ ഒന്നും അറിയത്തുമില്ല. അതിനകത്താണെങ്കിൽ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്ന കൂടിയില്ല. ശരിയാ, ക്ലാസ് തുടങ്ങുന്ന നേരത്തെ പറഞ്ഞിട്ടായിരുന്നു മിസ്സേ. പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇതിന് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ശരിയാ, രാവിലെ ക്ലാസ് തുടങ്ങും, ഉച്ചകഴിഞ്ഞിനകത്ത് കേറണം എന്നുള്ളതും പിന്നീട് ക്ലാസ് തുടങ്ങിയ പിന്നെ ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ. ലിങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് മുമ്പായിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് 1 മണിക്കൂർ നിങ്ങൾ പറഞ്ഞോ. ശരിയാ, ലിങ്കിൽ കയറി ജോയിൻ ആവാൻ പറഞ്ഞു. പിറ്റേ ദിവസം ആ ക്ലാസ്സിൽ കയറി, അത്രേ ഉള്ളൂ. അല്ലാതെ അത് 2 മണിക്കൂർ രാവിലെ, 2 മണിക്കൂർ വൈകിട്ട്. വൈകിട്ടല്ലേ, ഉച്ച കഴിഞ്ഞിട്ട്. എന്റെ പൊന്നോ, 1 മണിക്കൂറാണ് ഗ്യാപ്പ് കിട്ടുന്നത്. ഒരു രക്ഷയില്ല, പഠിക്കാനും പറ്റത്തില്ല. ഡിപ്ലോമ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് PG ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ഇത് രണ്ടും കൂടെ പറ്റണില്ല. ശരിയാ, ഈ ഒരെണ്ണം തീർന്നിട്ടാലോ അടുത്തതെന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു. രണ്ടും കൂടി ഒന്നിച്ച് ഓടി പോകുന്നില്ല. നിങ്ങളൊന്ന് ഓഫീസിൽ ഒന്ന് വിളിച്ച് പറഞ്ഞു നോക്കൂട്ടോ. പറഞ്ഞു, പക്ഷെ 2-3 തവണ പറഞ്ഞു. അപ്പോഴേ അവര് പറഞ്ഞെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങള് 2-3 ജസ്റ്റ് പേപ്പറെ പഠിപ്പിക്കത്തുള്ളെന്നാ പറഞ്ഞത്. പക്ഷെ 4 ചാപ്റ്ററോ 4 മൊഡ്യൂൾ എത്രയായി അറിയത്തില്ല. ഞങ്ങൾ 4-5 മൊഡ്യൂൾ പഠിപ്പിച്ചു. ഇപ്പോഴേ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ചാപ്റ്റർ മൊഡ്യൂൾ അല്ല, ചാപ്റ്റർ. ചോദിക്കാട്ടോ, ഞാൻ പറയാം. എല്ലാ ടീച്ചർമാരും ഇങ്ങനെ പറയുന്നു, എന്ത് ചെയ്യാൻ? പറയാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ ഓഫീസിൽ ഞാൻ പറയാം. ഓക്കെ ടീച്ചർ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓഡിറ്റ് എന്താണ്, കഴിഞ്ഞ മാസം എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത് ഡിപ്ലോമ ക്ലാസ് ആണ് കേട്ടോ. ഇത് PG ക്ലാസ് അല്ല. കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിപ്ലോമയാണ്. കണ്ടോ, അതുവരെ തിരിഞ്ഞു പോവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റ് അല്ലെ, ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞല്ലേ, ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഓഡിറ്റ്? ഓഡിറ്റ് എന്താണ്? ഹോസ്പിറ്റലിൽ എങ്ങനെയാ ഓഡിറ്റ് നടത്തുന്നത്? എങ്ങനെയാണ്? കണക്കും കാര്യങ്ങളും മാത്രമല്ല, പിന്നെ എന്തുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഹോസ്പിറ്റലില്? എന്താ നോക്കുന്നത്? പേഷ്യൻസ് രജിസ്റ്റർ, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെ, ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിലോട്ട് ആ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര പറയാൻ ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് ടോപ്പിക് ആണ് വൈ ഓഡിറ്റ്. കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി അല്ലെ. ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. സസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലനിർത്തുക. സസ്റ്റെയിൻ ഡാറ്റ ക്വാളിറ്റി, ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ഓഡിറ്റിലൂടെ. അതുപോലെ എന്താണ്? ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. എന്താണ് പറയുന്നത്? ഡിഫെൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള പല സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെ ഡോക്ടർമാര്, നഴ്സുമാർ അല്ലെ. ഇവരുടെയൊക്കെ റെപ്യൂട്ടേഷൻ, പ്രശസ്തി ഹോസ്പിറ്റലുമായാലും എന്താണ്? നല്ല നിലവാരത്തിലാണ് പബ്ലിക്കിന്റെ ഇടയിൽ, നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? നല്ല പ്രശസ്തിയായിട്ടല്ലേ, പ്രശസ്തി നിലനിർത്തും അല്ലെ, അല്ലെങ്കിൽ ഉയർന്ന നിലനിൽക്കും. പല ഹോസ്പിറ്റലും ഉണ്ടാവും നമ്മുടെ പബ്ലിക്കിന്റെ ഇടയിൽ. പക്ഷെ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ നല്ല സ്റ്റാൻഡേർഡോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളായാലും അവിടുത്തെ ഡോക്ടർമാരായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലും എന്താണ്? പബ്ലിക്കിന്റെ ഇടയിൽ ഒരു റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഡിഫെൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. എന്താ പറയുന്നത്? നിലവിലുള്ള അല്ലെ, കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോഴുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചർ, ഭാവിയിലുള്ള അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ലെ, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡിലോട്ട് നമ്മുടെ ഹോസ്പിറ്റൽ എത്തുന്നുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓഡിറ്റില് നമുക്ക് എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? ഇപ്പോഴുള്ളത്, കറണ്ട് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? റിഫൈൻഡ് ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റി നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്? യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസ് രജിസ്റ്റർ ഒക്കെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിലൂടെ എന്താണ്? എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിൽ അവർക്ക് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഓഡിറ്റ് ആണ്. ഇതിലൂടെ സഹായിക്കുന്നത് ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ക്ലിനിക്കൽ ആയിട്ടുള്ള ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്? ഇൻസ്പയർ ടീം വർക്ക് അല്ലെ. പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ. എന്താ പറഞ്ഞത്? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ, നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓഡിറ്റിലൂടെ സഹായിക്കുന്നുണ്ട് അല്ലെ. പേഷ്യന്റ് രജിസ്റ്റർ അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെയാണ് നമ്മൾക്ക് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ കൊടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിലൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെ. എന്താണ്? പീരിയോഡിക് ആയിട്ട് നമ്മൾ ഈ ഓഡിറ്റിംഗ് ചെയ്യുന്നതിലൂടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റുകൾ കാണുന്നുണ്ട്. പിന്നെ എന്താണ്? become necessary for meeting litigations under CPA. CPA എന്ന് പറഞ്ഞാല് അതിന്റെ എക്സ്പാൻഡ് ഫോം എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. CPA. C എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച്. കെയർ പ്രോഗ്രാം അപ്രോച്ച്. അപ്പോ നമ്മള് പറഞ്ഞു എന്താണ്? ഹോസ്പിറ്റലിലെ പേഷ്യൻസുകൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? കംപ്ലൈൻസ് ഒക്കെ ഉണ്ടാവാറില്ലേ? അപ്പൊ കംപ്ലൈൻസ് ഒക്കെ തീർപ്പാക്കുന്നത് എവിടെയാണ്? ഈ CPA-യിലാണ്. കെയർ പ്രോഗ്രാം അപ്രോച്ച് വഴിയാണ് ഈ കംപ്ലൈൻസ് ഒക്കെ തീർപ്പാക്കുന്നത്. അപ്പൊ ഓഡിറ്റ് നടത്തുന്നത് മൂലം ഈ കംപ്ലൈൻസ് തീർപ്പാക്കാനായിട്ട്, കംപ്ലൈൻസ് ഐഡന്റിഫൈ ചെയ്ത് അത് തീർപ്പാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ?
ഇത്രയും പോയിന്റ്സ് ആണ് വൈ ഓഡിറ്റിലുള്ളത്. ഓക്കെ ആണോ? ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് ഓഡിറ്റിലൂടെ. ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ എന്താണ്? സ്റ്റാഫുകളുടെ റെപ്യൂട്ടേഷൻ, ഓർഗനൈസേഷൻ ആയാലും അതുപോലെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ പ്രശസ്തി നിലനിർത്താനായിട്ട്, ഉയർന്നു വരാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ഇപ്പോഴുള്ളതും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നഷ്ടങ്ങള് അല്ലെ, നഷ്ടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്വാളിറ്റി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഓഡിറ്റിലൂടെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഓഡിറ്റിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ എന്താണ്? ഇൻസ്പയർ ടീം വർക്ക്, ടീം വർക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാനായിട്ട് ഡോക്ടർമാർക്കായാലും നഴ്സുമാർക്കായാലും സ്റ്റാഫുകൾക്കായാലും അവർക്ക് ഒരുമിച്ച് ഒന്നായി നിങ്ങൾ ടീം വർക്കായിട്ട് നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഓഡിറ്റിലൂടെ സഹായിക്കുന്നു. ഇനി എന്താണ്? ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ഓഡിറ്റ് പീരിയോഡിക് ആയിട്ട് നടത്തുന്നതിലൂടെ കൂടുതൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താണ്? CPA എന്ന് പറഞ്ഞാല് കെയർ പ്രോഗ്രാം അപ്രോച്ച് ആണ്. ഇത് പേഷ്യൻസിന് കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ CPA വഴിയാണ് നമ്മൾ തീർപ്പാക്കുന്നത്. കൂടുതൽ കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് തീർപ്പാക്കാനായിട്ട് ഓഡിറ്റിലൂടെ സഹായിക്കുന്നു. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നാലാമത്തെ പോയിന്റ് ഏതാ? റിഫൈൻ ക്വാളിറ്റി. ക്വാളിറ്റി നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ക്വാളിറ്റി പരിഷ്കരിക്കാനായിട്ട്. റിഫൈൻ എന്ന് പറഞ്ഞാൽ പരിഷ്കരിക്കുക. ക്വാളിറ്റി നിലനിർത്താനായിട്ട് പരിഷ്കരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓഡിറ്റിലൂടെ. ഏതാണ്? ലാസ്റ്റ് പോയിന്റോ? ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ CPA. ഏതാണ്? കെയർ പ്രോഗ്രാം അപ്രോച്ച് എന്നാണ് CPAയുടെ എക്സ്പാൻഡഡ് ഫോം. അപ്പോ ഇവിടെ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എന്താണ്? ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സർവീസിലായാലും ചിലപ്പോ ഫെസിലിറ്റീസിലായാലും അവർക്ക് ചിലപ്പോൾ തൃപ്തരായിരിക്കില്ല. അവർക്ക് കംപ്ലൈന്റ്സ് ഉണ്ടാവും അല്ലെ. ആ കംപ്ലൈന്റ്സ് ഈ CPAയിലാണ് നമ്മൾ തീർപ്പാക്കുന്നത്. ഓഡിറ്റ് നടത്തുമ്പോൾ അവർക്കുള്ള കംപ്ലൈന്റ്സ് അറിഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് ഇത് തീർപ്പാക്കാനായിട്ടും സഹായിക്കുന്നു. ക്ലിയർ ആയോ പോയിന്റ്സ്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? പിന്നെ നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമുക്ക് എന്താണ്? മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്, ഡിഫറെന്റ് ഓഡിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്. നോക്കിക്കോളൂ. Internal audit is an independent evaluation to provide guarantee to the organization that its financial and operational controls are adequate.
This procedure compares organizational policies and procedures proportional to required complaints demands. എന്താ പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ഒന്ന് അടയാളപ്പെടുത്തിയേ, മാർക്കേറ്റ് വെച്ചേ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ. ഇനി എന്താണ് ഇതെന്താ പ്രൊവൈഡ് ചെയ്യുന്നത് ഓർഗനൈസേഷന്? ടു പ്രൊവൈഡ് ദ ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ. ഇന്റേണൽ ഓഡിറ്റിലൂടെ ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ട് പോയിന്റ് നമുക്ക് കിട്ടിയില്ലേ? എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. That its financial and operational controls are accurate. Sorry, adequate. എന്താ പറയുന്നത്? ഈ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ എല്ലാ തരം ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതുപോലെ എക്കണോമിക് ആയിക്കോട്ടെ, എല്ലാ തരം പ്രവർത്തനങ്ങളെയും അവരുടെ ഡേ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഡേ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. പറഞ്ഞോ? മനസ്സിലായോ പറഞ്ഞത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ഡേ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഡേ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ് കൂടിയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ്? ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രൊപ്പോർഷണൽ ടു റിക്വയർഡ് കമ്പനീസ് ഡിമാൻഡ്സ്. അല്ലെ? എന്താ പറയുന്നത്? ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും അനുപാതത്തിലാണോ? പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ്? ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ്? ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. 4 കാര്യങ്ങളൊക്കെ ആണോ? എന്താ പറഞ്ഞത്? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ഹോസ്പിറ്റലിന്റെ ഡേ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ പോളിസീസും പ്രൊസീജിയേഴ്സും അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. ഓക്കെ ആണോ? ഇനി ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? എല്ലാം എഴുതിയിരിക്കുന്നുണ്ടോ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോ ആരായിരിക്കും? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ? ഇന്റേണൽ ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള അല്ലെ? ഇന്റേണൽ എന്ന് പറയുമ്പോ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഓർഗനൈസേഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉള്ള സ്റ്റാഫ് തന്നെയായിരിക്കും ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് അവരെ നിയോഗിച്ചിട്ടുണ്ടാവും, അവരാണ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഈ പോയിന്റ് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ഓക്കെ ആണോ? ടോം മനസ്സിലായോ? ടോമേ ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോളൂ കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കാം. വായിച്ചിട്ടുമ്പോ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഇന്റേണൽ ഓഡിറ്റ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കി ജസ്റ്റ്. ഏതാ പറയേണ്ടത്? പറഞ്ഞു തന്നെയോ? ഇന്റേണൽ ഓഡിറ്റ് ഒന്നും കൂടി പറയാം കേട്ടോ. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്.
ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്. ആ PDF തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് വഴി ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്, ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയറും അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. പിന്നെന്താണ്, ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പോളിസീസ് പ്രൊസീജിയേഴ്സ് അനുപാതത്തിലാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഇന്റേണൽ ഓഡിറ്റ് വഴിയാണ്. അതുപോലെ 5ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്, ഹോസ്പിറ്റലിന് ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. External audits are used to evaluate certain aspects of characteristics of the healthcare providing organization against specific standards. Accordingly, the implementation of an external audit needs an external standards and cooperation for beyond the hospital and distinguish them from internal audits. എന്താ പറയുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു അല്ലെ, ഇവിടെ മിസ് വായിക്കാം കേട്ടോ. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നു, അതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റലില് കുറച്ച് കാര്യങ്ങൾ പെർഫോം ചെയ്യണമെന്ന് അല്ലെ. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രൈറ്റീരിയാസ് മാനദണ്ഡങ്ങളെയാണ് നമ്മൾ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോ പല ഹോസ്പിറ്റലും പല മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതൊക്കെ. ഓർമ്മയുണ്ടാന്ന് എനിക്കറിയില്ല, എന്താ പറയണ്ടേ? എഴുതിയെടുക്കണോ അല്ലെ? എഴുതിയെടുക്കാൻ പറഞ്ഞു തരാം കേട്ടോ. ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മിസ് പറയാം. ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. കിട്ടിയോ? എഴുതിയോ എല്ലാവരും? ചില ക്രൈറ്റീരിയകൾ പാലിക്കുന്ന ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ വിലയിരുത്തുന്നതാണ്
എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ പറഞ്ഞു അല്ലെ, പല ഹോസ്പിറ്റലും പല മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരാണ്, പല ക്രൈറ്റീരിയാസും പാലിക്കുന്നവരാണ്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനദണ്ഡങ്ങൾ. ഓക്കെ, അപ്പൊ പല ഹോസ്പിറ്റലും എന്താണ്? പല മാനദണ്ഡങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതയെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ എന്താണെന്ന്? കണക്ഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഹോസ്പിറ്റലും പല ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്നവരാണ്. ആ ക്രൈറ്റീരിയാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ ക്രൈറ്റീരിയാസ്, മാനദണ്ഡങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. മനസ്സിലായോ? ഓക്കെ ആണോ? മലയാളം ടൈപ്പ് ചെയ്യാത്തത് എന്താണെന്നോ? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെച്ച് തരാത്തത് വീഡിയോ ക്ലാസ് കാണുന്ന ആളുകൾക്ക് അത് കിട്ടില്ല. അതുകൊണ്ടാണ് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. അതാണ്. ഇനി പറയണോ? എഴുതിയെടുത്തോ എല്ലാവരും? ഓക്കെ ആണോ? ഇത് മനസ്സിലായോ? അപ്പോ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നുള്ളത്? എക്സ്റ്റേണൽ ഓഡിറ്റ് ഒന്നുകൂടിയും പറഞ്ഞു തരാം. എന്താണ്? പല ഹോസ്പിറ്റലും പല മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുന്നവരാണ്. ആ ക്രൈറ്റീരിയാസിന്റെ സ്വഭാവ സവിശേഷതകളെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ക്രൈറ്റീരിയാസിന്റെ സ്വഭാവ സവിശേഷതകളെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് ആരായിരിക്കും ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ തന്നെയായിരിക്കും അല്ലെ, സ്റ്റാഫ് തന്നെയായിരിക്കും. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണ്? എക്സ്റ്റേണൽ ആയിട്ട് അല്ലെ, പുറത്തു നിന്നുള്ള ആളുകളാണ് വന്ന് ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പുറത്തു നിന്നും ആളുകൾ വന്നിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ ഓഡിറ്റ് ഈസ് defined as the assessment of medical care is retrospect through scrutiny of medical records.
നമ്മൾ പറഞ്ഞ എന്താണ്, മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? മെഡിക്കൽ റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലെ. പേഷ്യന്റിന്റെയും മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് സ്ക്രൂട്ടണി അല്ലെ, എന്താണ്, സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. എങ്ങനെയാണത്? ഇപ്പോ നമ്മൾ പറഞ്ഞു മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഈ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിനുശേഷം ഡോക്ടർമാര് മുൻകാലങ്ങളില് എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്, ആ ബേസിലാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ എന്താണെന്ന്? ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം ഡോക്ടർമാര് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് രോഗികളെ പരിശോധിക്കുന്നത്, ആ ട്രീറ്റ്മെന്റ് നോക്കിയിട്ടാണ് മുൻകാലങ്ങളില് അവരെങ്ങനെയാണ് രോഗികളെ പരിശോധിച്ചിരുന്നത് അത് നോക്കിയിട്ടാണ് ഇവിടെ മെഡിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ എന്താണെന്നുള്ളത്? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു. മെഡിക്കൽ റെക്കോർഡ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ഇവാലുവേഷൻ ചെയ്തിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച ശേഷം ഡോക്ടർമാര് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് രോഗികളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്ന ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? മെഡിക്കൽ റെക്കോർഡ് മെഡിക്കൽ ഓഡിറ്റ് എന്താണെന്ന്? നെക്സ്റ്റ് പാരഗ്രാഫ് പറയട്ടെ. ഓക്കെ ആണോ? എല്ലാവർക്കും ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ ആണ് അല്ലെ? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഇറ്റ് ഈസ് എ പ്ലാന്റ് അനാലിസിസ് പ്രോഗ്രാം which clearly monitors and evaluates the clinical performance of all practitioners recorded by qualified professional staffs to identify, examine or verify the performance using accepted criteria. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടായിരിക്കും എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും അതുപോലെ വിലയിരുത്താനും വേണ്ടി ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും വേണ്ടി ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം, അതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാ പ്രാക്ടീഷണർമാരുടെയും ക്ലിനിക്കൽ ആയിട്ടുള്ള അവര് എന്താണ് നല്ല രീതിയിലാണ് രോഗികളെ പരിചരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് നമ്മൾ മെഡിക്കൽ ഓഡിറ്റില്? മെഡിക്കൽ ഓഡിറ്റ് എങ്ങനെയാ ചെയ്യുന്നത്? ഓക്കെ, മെഡിക്കൽ ഓഡിറ്റ് ഒന്നുകൂടി പറയാം. മെഡിക്കൽ ഓഡിറ്റില് നമ്മൾ എന്താ പറഞ്ഞത്? മെഡിക്കൽ ഓഡിറ്റ് പരിശോധിച്ച ശേഷം മുൻകാലയളവിലെ വൈദ്യപരിചരണം നിലനിർത്തുന്നു അല്ലെ? എന്താ അങ്ങനെ പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുന്നത്? നമ്മൾ ആദ്യം മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിക്കും. ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിൽ അത് മൊത്തം പരിശോധിച്ച ശേഷം ഡോക്ടർമാര് മുൻകാലങ്ങളിലെ രോഗികളെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത് ആ ബേസിലാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്.
ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പ്രാക്ടീഷണർമാരുണ്ടാവും അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകള് പ്രാക്ടീഷണർമാരുടെ മെഡിക്കൽ പ്രകടനം അല്ലെങ്കിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രകടനം വ്യക്തമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് പ്രോഗ്രാമാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് മിസ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒന്ന് വായിച്ചേ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഡൗട്ട് വരുന്നുണ്ടോ മക്കളെ? ഓക്കെ ആണോ? ഡോക്ടറിനെ ചോദിച്ചോളൂ കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് എന്നുണ്ടെങ്കിൽ പറയണം. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ, രോഗികളിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടാവും. അത് നമ്മൾ നോക്കിയിട്ട് പരിശോധിച്ച ശേഷം അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് 1000 മെഡിക്കൽ റെക്കോർഡ്സ് ആണ് ഉള്ളതെങ്കിൽ അത് മൊത്തം ആദ്യം പരിശോധിക്കും. പരിശോധിച്ച ശേഷം ഡോക്ടർമാര് മുൻകാലങ്ങളില് നോക്കിക്കോളൂ, ഡോക്ടർമാര് മുൻകാലങ്ങളില് എങ്ങനെയാണ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. മെഡിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിച്ച ശേഷം ഡോക്ടർമാര് പേഷ്യൻസിനെ കാലങ്ങളില് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, റെട്രോസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നിലേക്ക് ഒരു തിരിഞ്ഞ് നോക്കാം എന്നൊക്കെ പറയില്ലേ? ഓക്കെ, ഇനി ക്ലിനിക്കൽ ഓഡിറ്റ് നോക്കാം. ക്ലിനിക്കൽ ഓഡിറ്റ് എല്ലാവർക്കും കിട്ടിയോ? മനസ്സിലായോ? ഇത്രയും വരെ? നെക്സ്റ്റ് പറയട്ടെ, ക്ലിനിക്കൽ ഓഡിറ്റ് കേട്ടോ. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. Clinical audit, a quality improvement process that tries to enhance patient care and efforts through systematic analysis of care of the healthcare team against clear-cut criteria and the implementation of change. എന്താ പറയുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നഴ്സുമാരുണ്ടാവും, അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ഇവരിലൂടെ അല്ലെങ്കിൽ ഇവർ നൽകുന്ന ക്ലിനിക്കൽ കെയർ അതിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നത് അതിനെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ എന്താണ്?
പാരാമെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അവർ എങ്ങനെയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്നത്, രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ നോക്കിയിട്ടാണോ കെയർ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. മനസ്സിലായോ? ഇത് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് വഴി എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. പാരാമെഡിക്കൽ സ്റ്റാഫ് നഴ്സുമാരുടെയൊക്കെ ക്വാളിറ്റി കെയർ നല്ല രീതിയിൽ പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ക്വാളിറ്റി കെയർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. കിട്ടിയോ എന്താണെന്ന്? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്, നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും എന്താണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റിൽ നടക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താണ്, ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്. എന്താണ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ് അല്ലെ. ഓർഗനൈസേഷണൽ ഓഡിറ്റ് നോക്കിക്കോളൂ. Organizational audit means investigation of practice like appointment system, policies, practice standards which are considered as primarily in administrative functions. എന്താണ് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്നാൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ, അതുപോലെ പോളിസികള്, പ്രാക്ടീസുകള്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്നിവയെ കുറിച്ചുള്ള ഇവാലുവേഷൻ, അതിനെയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അല്ലെ. ഓർഗനൈസേഷൻ എന്തൊക്കെ ഉണ്ടാവും? ഹോസ്പിറ്റൽ ആവുമ്പോൾ പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസുകൾ ഉണ്ടാവും അല്ലെ. ഓർഗനൈസേഷനെ മൊത്തത്തിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങള്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഇങ്ങനെയുള്ള എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഓർഗനൈസേഷണൽ ഓഡിറ്റ്? വായിച്ചു നോക്കിയേ, ക്ലിനിക്കൽ ഓഡിറ്റും ഓർഗനൈസേഷണൽ ഓഡിറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചേ, ഡോക്ടറിനെ ചോദിച്ചോളൂ.
വായിച്ചു നോക്കിയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഓഡിറ്റ് നടത്തുന്നത് ഏതെല്ലാം മെത്തേഡ്സിലൂടെയാണ്? നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട്? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. നമ്മളിപ്പോ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേകമായിട്ടൊരു എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ടാവാം. ഇപ്പോ എന്താണ് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ ക്വാളിറ്റി കെയർ, അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം എടുത്തിട്ടാവാം ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവേഷൻ നടത്താം. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ രോഗി പരിചരണം നല്ല രീതിയിൽ നടത്തുന്നുണ്ടോ, അതൊക്കെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവേഷൻ നടത്താം. അതാണ് ഫസ്റ്റ് മെത്തേഡിൽ പറയുന്നത്. പിന്നെ എന്താണ്? ചെക്ക് ലിസ്റ്റ് അല്ലെ, നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം. വേണ്ടേ? വേണോ? ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക ഓഡിറ്റ് നടത്തുമ്പോ. ഏതൊക്കെയാണ്? ചില രേഖകളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കണം അല്ലെ. ഏതൊക്കെയായിരിക്കും? മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യന്റ് റെക്കോർഡ്സ്. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താണ്? ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ് അല്ലെ. ഡോക്യുമെന്റ്സുകൾ അതുപോലെ പല റെക്കോർഡ്സുകൾ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ശേഖരിക്കണം. അതുപോലെ തന്നെ ക്വസ്റ്റിനെയേഴ്സ് അല്ലെ, ക്വസ്റ്റിനെയേഴ്സിലൂടെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. പല പല ഇൻഫർമേഷൻസ് എന്താണ് സർവേ പോലെയുള്ള ക്വസ്റ്റ്യൻസ്, പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ട് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ്? ഇന്റർവ്യൂ അല്ലെ, ആളുകളോട് ചോദിച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് പല ആളുകളെയും ഇവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിനോടൊക്കെ ഇന്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. അതുപോലെ എന്താണ്? ക്ലിനിക്കൽ കേസസ് റിവ്യൂ. എന്തായിരിക്കാം? രോഗി പരിചരണം എങ്ങനെയാവണം, പേഷ്യൻസിനോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാം. ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റിലുള്ളത്. ഫസ്റ്റ് എന്തായിരുന്നു? ഡയറക്റ്റ് ഒബ്സർവേഷൻ ചെയ്യാം. ചെക്ക് ലിസ്റ്റുകൾ വഴി അല്ലെ പല പല രേഖകൾ ശേഖരിച്ച് അവരിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. അതുപോലെ ഡോക്യുമെന്റ്സുകൾ ഉണ്ടാകും. അതുപോലെ പല റെക്കോർഡ്സുകൾ, മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യന്റ് രജിസ്റ്റർ പോലുള്ള റെക്കോർഡ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം, ഓഡിറ്റ് നടത്താവുന്നതാണ്. അതുപോലെ ക്വസ്റ്റിനെയേഴ്സ് വഴി, അതുപോലെ ഇന്റർവ്യൂസ് വഴി, അതുപോലെ തന്നെ എന്താണ്? ക്ലിനിക്കൽ കേസസ് റിവ്യൂസ്, പേഷ്യൻസിനോട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. ഓക്കെ ആണോ? methods. ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയാണ്? കൺകറന്റ് ഓഡിറ്റ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. രണ്ട് കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്പുകളാണ് പഠിക്കുന്നത്. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ഇമ്പോർട്ടന്റ് ആട്ടോ. കൺകറന്റ് ഓഡിറ്റ് നോക്കിയേ. കെയർ ഈസ് assessed at the time it is taken speed. എന്താ പറയുന്നത്? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. പരിചരണം നടക്കുന്ന സമയത്ത് തന്നെ വിലയിരുത്തുന്നതാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ രോഗി വന്നു, അദ്ദേഹത്തെ പരിചരണം നടത്തുന്നുണ്ട് അല്ലെ, പരിചരിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിനെയാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ബാങ്കിൽ പോയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോം ഒക്കെ ഫിൽ ചെയ്തു. പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മള് പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കോ അവര് കമ്പ്യൂട്ടറിലൊക്കെ എൻട്രി ചെയ്യുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ ആണോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്താണ്, നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അല്ലെ ആ
നമ്മൾ ചെക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ അവരെന്ത് എൻ്റർ ചെയ്യുന്നത് അല്ലെ? ആണോ? അങ്ങനെയാണോ? ആണോ? എങ്ങനെയാ ചെയ്യുന്നത് ബാങ്കിലൊക്കെ? അപ്പൊ ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? കൺകറന്റ് ഓഡിറ്റ് ആണ്. ഓക്കെ, നമ്മൾ പോയി കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണോ അവർ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് വെക്കുക? ഇല്ലല്ലോ അല്ലെ? അപ്പൊ നമ്മള് ആ സമയത്ത് തന്നെ അവര് എൻ്റർ ചെയ്യും അല്ലെ? അപ്പൊ ബാങ്കിലൊക്കെ ചെയ്യുന്നത് എന്താണ്? കൺകറന്റ് ഓഡിറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് കേട്ടോ. അപ്പോ എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു രോഗി വന്നു, അദ്ദേഹത്തെ പരിചരിക്കുന്നു, ആ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. നെക്സ്റ്റ് ആണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. Care is rated after it has been completed through records. എന്തായിരിക്കാം? കൺകറന്റ് ഓഡിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? എന്താണ്? രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. മനസ്സിലായോ? ഒരു രോഗി വന്നു, കെയർ കൊടുത്ത ശേഷം എല്ലാ റെക്കോർഡ്സും അദ്ദേഹത്തിന്റെ എല്ലാ റെക്കോർഡ്സും കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് അവിടെ ഇവാലുവേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? രോഗി വന്നു, കെയർ കൊടുത്തു, അദ്ദേഹത്തിന്റെ എല്ലാ റെക്കോർഡ്സും കംപ്ലീറ്റ് ആക്കി അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. കൺകറന്റ് ഓഡിറ്റ് എങ്ങനെയായിരുന്നു? ഒരു രോഗി വന്നു, ആ പരിചരിക്കുമ്പോൾ തന്നെ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഒരു രോഗി വന്നു, ശുശ്രൂഷിച്ചു, അതിനുശേഷം അയാളുടെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ രണ്ടിന്റെ ഡിഫറൻസ്? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത്രയും വരെ ന്യൂസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടോ? ഇത്രയും വരെ വായിച്ചിട്ട് വരാം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കേട്ടോ. ഓക്കെ, താങ്ക് യു.